ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, തേങ്ങ ചിരകിയത്, ഒരു ചെറിയ കഷ്ണം വാളംപുളി. ഞാനിപ്പോൾ ഓൾറെഡി ചട്ടി വെച്ച്, ഞാൻ ചീനച്ചട്ടി ആയതുകൊണ്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാക്കി കിട്ടാൻ സമയമെടുക്കും. അപ്പം ചട്ടി വെച്ച് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ഇൻഗ്രീഡിയൻ്റായ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. കാരണം എന്ന് വെച്ചാൽ വറ്റൽമുളക് നമ്മൾക്ക് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു ചെറുതായിട്ട് നിറം മാറണ വരെ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് അടുത്ത നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇടാം. ഉള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 15 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഞാനിവിടെ നമ്മൾ സാധാരണ രീതിയിലേക്കാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരുപാട് കട്ടിയായിട്ട് അരിഞ്ഞിട്ടില്ല, അതുപോലെ ഒരുപാട് നൈസായിട്ട് അരിഞ്ഞിട്ടില്ല. ഒരുപാട് കട്ടിയായിട്ട് അരിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ നമ്മുടെ വറ്റൽമുളകിൻ്റെ ഒപ്പം കിടന്ന് വഴന്ന് കിട്ടാനായിട്ട് താമസം വരും. ഒരുപാട് നേരിയതായി പോയാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടൈപ്പിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. കളറ് മാറുന്നവരെ ഇളക്കണം. നമുക്ക് പുളി ആഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. അത് സാരമില്ല. നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തേങ്ങ ആഡ് ചെയ്യുമ്പോഴേക്കും ആ എണ്ണ കറക്റ്റ് പാകത്തിനായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി ആഡ് ചെയ്യാം. ഏകദേശം ഇപ്പോൾ നന്നായിട്ട് നിറം മാറിയിട്ടുണ്ട്. പുളി ആഡ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നമുക്ക് പുളി എടുത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ആ കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് ഇട്ടാൽ മതി. കാരണം പുളി പിഴിഞ്ഞ പുളിയാണോ അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഇട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കുക, ഒന്ന് ഉടച്ചുടച്ച് ഇളക്കി കൊടുത്താൽ എടുക്കുക. ഞാനിവിടെ നന്നായിട്ട് ഉടച്ച് ഇളക്കിയിട്ടുണ്ട് പുളി. അത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. ആ സമയത്ത് പോസ് ചെയ്തിട്ട് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മളിത് അടുത്ത ഇൻഗ്രീഡിയൻ്റായ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് തേങ്ങ എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ഇളക്കുക. സാധാരണ നമ്മൾ തേങ്ങ ഈ മാങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചയോടുകൂടി അടിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇത് മുളക് ചമ്മന്തിയിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളിത് ലാസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് പച്ചയോടുകൂടി ചേർക്കാവുന്നതാണ്. ഇല്ലെന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ശേഷം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തന്നെ ശരിക്കും അതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൽ ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കാം. ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം മിക്സിയിലേക്ക് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറാണ്. ചെറിയ ജാറാകുമ്പോഴേക്കും പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തിരിക്കുന്നത്. മിക്സിയിലേക്ക് ആ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മിക്സ് എടുത്തിടുക. ചൂടോടുകൂടി തന്നെയാണ് അടിച്ചെടുക്കുന്നത്. ഒരുപാട് കുഴമ്പ് രൂപത്തിലൊന്നും നമുക്ക് വേണ്ട. ഏകദേശം ഈ രൂപത്തിൽ കിട്ടിയാൽ മതി. അതായത് നമുക്ക് അറിയാലോ, ചമ്മന്തി നമ്മൾ ഒരുപാട് കുഴഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. ഏകദേശം ഈ രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്.